ഈ അടുത്ത കാലത്ത് ഒരു പ്രഭാഷണം ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രഭാഷണം നടത്തിയ സ്ത്രീ വളരെ കാര്യമായിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയും എങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ വിവേചനം നേരിടേണ്ടി വന്നതെന്നും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യങ്ങൾ ആവശ്യമുണ്ടെന്നും അവർക്ക് രാത്രി പുറത്തിറങ്ങാനും അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുവാനുമുള്ള അവകാശം വേണമെന്നുമൊക്കെ പറഞ്ഞുള്ള അവരുടെ പ്രഭാഷണം വളരെ നല്ല പ്രഭാഷണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചോദ്യോത്തരം വേറെ ഉണ്ടായി. അപ്പോൾ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ചോദ്യമാണ് ആക്ച്വലി ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ദൈവം ഇങ്ങനെ സംസാരിക്കരുത്, കാരണം എന്ന് വെച്ചാൽ മാഡത്തിന് ഇങ്ങനെ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാം, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ പെൺമക്കളെ വളർത്താനുള്ളതാണേ. അവർ രാത്രി പുറത്തിറങ്ങിയ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാഡം അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? അപ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ, ഒരു പാരൻ്റ് എന്ന നിലയിൽ എൻ്റെ ചുമതലയാണ് എൻ്റെ കുട്ടിയെ സംരക്ഷിക്കുക. മറ്റൊരു അദ്ദേഹം ഇതേപോലൊരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കുറച്ച് നാൾ ഒറീസയിലുണ്ടായിരുന്നു. ഒറീസയിലുള്ള കാലത്ത് കേരളത്തെ പോലെയല്ല ഒറീസയുടെ സാംസ്കാരിക അന്തരീക്ഷം എന്ന് പറയുന്നത്. അവിടെ സ്ത്രീകൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള അതിക്രമങ്ങളും ഉണ്ടാകാറില്ല. മാത്രമല്ല അവിടെ ഉള്ള സമയത്ത് പത്രത്തിലൊന്നും അങ്ങനെ വലിയ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളൊന്നും അദ്ദേഹം റിപ്പോർട്ട് കണ്ടിട്ടില്ല. 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ അവർ അമ്മ എന്നാണ് എല്ലാവരും വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒന്ന് കേരളത്തിലെ മൊത്തം പ്രശ്നമാണ്. കേരളത്തിലെ സ്ത്രീകൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഒറീസയെ പോലുള്ള വളരെ നല്ല സംസ്കാര സമ്പന്നരായ ഒരു സ്ഥലത്ത് സ്ത്രീകൾ അങ്ങനെ ആക്രമിക്കപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് പ്രഭാഷക ഉത്തരം നൽകിയെങ്കിലും അത് മതിയായില്ല എനിക്ക് തോന്നി. ഒരു പോയിൻ്റ് അവതരിപ്പിക്കാതിനിടയിൽ വളരെ പെട്ടെന്ന് ഞാൻ ചില അഭിപ്രായങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്തത്. ഞാൻ പ്രധാനമായും പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈം റേറ്റ് 0 ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് സ്ത്രീകൾക്ക് താമസിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് എന്നല്ല, മറിച്ച് സ്ത്രീകൾക്ക് ഒട്ടുമേ താമസിക്കാൻ കൊള്ളാത്ത ഇടമാണ് അത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്തുകൊണ്ടാണ് കേരളത്തിലാണ് ഏറ്റവും അധികം ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? അതെന്തുകൊണ്ടാണ്? വളരെ സിമ്പിളാണ്. കേരളത്തിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു അതിക്രമം നടന്നാൽ ആ സ്ത്രീക്ക് ധൈര്യപൂർവ്വം പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുമുള്ള സാമൂഹ്യ അന്തരീക്ഷമുണ്ട്. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതിൻ്റെ പേരിൽ ആ സ്ത്രീയെ ഒറ്റപ്പെടുത്തുകയോ വേട്ടയാടുകയോ ചെയ്യുന്ന ഒരു പൊതുവായ സാഹചര്യം കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു കുടുംബത്തിൽ ഒരു ഭർത്താവ് ഭാര്യയെ അടിച്ചാൽ ഭാര്യയ്ക്ക് കേസ് കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. എല്ലായ്പ്പോഴും കേസ് കൊടുക്കണം നിർബന്ധമില്ല, പക്ഷെ അങ്ങനെ കേസ് പോകുന്ന എത്രയോ കേസ് നമുക്ക് കാണാനുണ്ട്. പക്ഷേ അത് ഒറീസയിലോ UP-യിലോ പോലുള്ള സ്ഥലങ്ങളിൽ ഭാര്യ ഭർത്താവിൻ്റെ അടി വാങ്ങിക്കുന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമായിട്ട് അവർ കണക്കാക്കുക. അതിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമുണ്ടോ? മറ്റു തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പോലും സ്ത്രീകൾക്ക് ധൈര്യപൂർവ്വം പോലീസ് സ്റ്റേഷനിൽ പോകാനോ അവരുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യം അവിടെയില്ല. ഒന്നുകിൽ കുടുംബക്കാർ അവരുടെ മാനത്തെ ഓർത്ത് സ്ത്രീകളെ നിരുത്സാഹപ്പെടുത്തും, അതല്ല കുടുംബവുമായി പോയി അവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ മാക്സിമം ഇതിനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈം റേറ്റ് കുറയും, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രൈമുകൾ കുറയും. അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണോ നോർത്ത് ഇന്ത്യ? അല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം. അതിന് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഏറ്റവും അധികം ക്രൈം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ്. നോർവേ, ബെൽജിയം തുടങ്ങിയുള്ള ഈ രാജ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും അധികം സന്തോഷമുള്ള രാജ്യം എന്ന് കണക്കാക്കപ്പെടുന്നത്. കാരണം അവിടെ ഏറ്റവും ചെറിയ മനുഷ്യാവകാശ ധ്വംസനങ്ങളെപ്പോലും അവർ റിപ്പോർട്ട് ചെയ്യുകയും അത് കേസായി മാറുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും കോൺഷ്യസ്നെസ് ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ചോദ്യം ഉന്നയിക്കുമ്പോൾ പ്രത്യേകം അദ്ദേഹം മാനവീയം വീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. മാനവീയം വീതിയെക്കുറിച്ച് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് അവിടെ മൊത്തം പ്രശ്നമാണ്. അവിടെ ആൾക്കാർ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ആൾക്കാർ വരുന്നത്, വലിയ പ്രശ്നമാണ്, അവിടെയൊക്കെ ആൾക്കാരെ വിട്ടാൽ തൊലഞ്ഞു പോകും എന്ന നിലയിലാണ് അദ്ദേഹം ആ ചോദ്യം റൈസ് ചെയ്തത്. സത്യം എന്താണ്? മാനവീയം വീതിയിൽ ഒരു തവണയെങ്കിലും ഇദ്ദേഹം പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും സുരക്ഷയുള്ളൊരു ഇടമാണ് മാനവീയം വീതി. കാരണം 24 മണിക്കൂറും അവിടെ വെളിച്ചമുണ്ട്, അവിടെ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. ഇത്രയും അധികം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് മാനവീയം വീതി. അത് ചില ആൾക്കാർ ചില വികൃതികൾ കാണിക്കും, ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
അത്തരം സമയങ്ങളിൽ കൃത്യമായി ഇടപെടാൻ അവിടെ പോലീസ് സംവിധാനമുണ്ട്. അവർ കൃത്യമായി ഇടപെടുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും പത്രത്തിൽ വാർത്തയായി വരും. വാർത്തയായി വരുന്നത് കൊണ്ട് ആ സ്ഥലം എന്തോ വലിയ പ്രശ്നമാണെന്നാണ് ഇവിടുത്തെ ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യം, എൻ്റെ മകൾ പുറത്തു പോയാൽ അവളുടെ സുരക്ഷിതത്വം എൻ്റെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് രാത്രി കാലങ്ങളിലുള്ള സ്ഥലങ്ങളിൽ എൻ്റെ മകളെ വിടാൻ സാധിക്കില്ല എന്നതാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ തിരിച്ചറിയാത്ത ഒരു കാര്യം, പാരൻറ്റിങ്ങും ജയിലിങ്ങും രണ്ടും രണ്ടാണ്. പാരൻറ്റിങ് എന്ന് വെച്ചാൽ കുട്ടികളെ 24 മണിക്കൂറും അവരെ ഒബ്സർവ് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല. അവർക്ക് വേണ്ടി തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ട ഒരു പ്രവർത്തനവുമല്ല. മറിച്ച് പാരൻറ്റിങ് എന്ന് പറയുന്നത് കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള, നാളെ ഒരു പൗരന്മാരായി മാറാൻ വേണ്ടിയുള്ള പരിശീലനം നൽകുന്ന ഒരു കളരി കൂടിയാണത്. അവരെ നമ്മളെപ്പോലെ തന്നെ ഒരു സഹജീവിയെ കണക്കാക്കുകയും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും അവരെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയാണ് പാരൻറ്റിങ് ചെയ്യേണ്ടത്. നമുക്കറിയാം, പലപ്പോഴും നമ്മളെ കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത്, രാവിലെ വീട്ടിൽ നിന്ന് അച്ഛൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കുന്നു, അവിടെ ബസ് കയറ്റി വിടുന്നു, അല്ലെങ്കിൽ സ്കൂൾ ബസ് കയറ്റി വിടുന്നു, സ്കൂളിൽ പോകുന്നു, കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് നേരെ സ്കൂൾ ബസ്സിൽ വീട്ടിന് മുമ്പിൽ എത്തുന്നു, അവർ തിരിച്ച് വീട്ടിലെത്തുന്നു. ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് പുറം ലോകത്തെ നേരിടാനുള്ള ചങ്കൂറ്റം കിട്ടുക, ആത്മവിശ്വാസം കിട്ടുക? അപ്പോൾ അതിനുവേണ്ടി കുട്ടികൾ മാക്സിമം അവർക്ക് എക്സ്പോഷർ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മാക്സിമം കലകളുമായി ബന്ധപ്പെട്ടും ഇടങ്ങളുമായി ബന്ധപ്പെട്ടും മനുഷ്യരുമായി ബന്ധപ്പെട്ടും ഒക്കെ അവർക്ക് എക്സ്പോഷർ ഉണ്ടായാൽ മാത്രമേ അവർക്ക് കോൺഫിഡൻ്റായി ബിഹേവ് ചെയ്യാൻ സാധിക്കൂ. കുട്ടികളെ ഇങ്ങനെ ആത്മവിശ്വാസമുള്ള പൗരന്മാരാക്കി മാറ്റുക എന്ന് വെച്ചാൽ ഇത്തിരി പണിയുള്ള പരിപാടിയാണ്. രക്ഷകർത്താക്കൾക്ക് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും, സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതില്ലാത്ത വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് ഇവരെ അടച്ചിടുക എന്ന് പറയുന്നത്. അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്കൊരു പട്ടിയെ കൂട്ടിൽ പൂട്ടിയിട്ടുന്നത് പോലെ പൂട്ടിയിടാൻ പറ്റും. അതിലെന്ത് കഴിവാണ് നിങ്ങൾക്കുള്ളത്? കുട്ടിയെ ഒപ്പം നിന്ന് അവരെ മുന്നോട്ട് നയിക്കുന്നതിന് പകരം അവരെ ഇങ്ങനെ അടച്ചിടുകയും അവരുടെ വളർച്ചയെ തടയുകയും ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? മാനവീയ വീതിയെക്കുറിച്ച് ഇദ്ദേഹം സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന വേറൊരു കാര്യമുണ്ട്. കേരളത്തിൽ നമുക്ക് പൊതു ഇടങ്ങൾ ഉണ്ടായിട്ട് 1 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. മാക്സിമം 1 നൂറ്റാണ്ട് പോലും ആയിട്ടില്ല. മുമ്പ് സവർണജാതിക്കാർക്ക് മാത്രം യാത്ര ചെയ്യാൻ സാധിച്ചിരുന്ന, സ്ത്രീകൾക്ക് പ്രവേശനം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന ഇടങ്ങളായിരുന്നു നമ്മുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും. അവിടെ പൊതു ഇടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, അതായത് എല്ലാ തരത്തിലുള്ള മനുഷ്യർക്കും, എല്ലാ ജാതിയിൽപ്പെട്ട മനുഷ്യർക്കും, സ്ത്രീക്കും പുരുഷനും തെരുവിൽ എത്തിച്ചേരാൻ, അവർക്ക് പൊതുയിടങ്ങളിൽ എത്തിച്ചേരാനുള്ള അവകാശത്തിന് വേണ്ടി നീണ്ട പോരാട്ടം നമ്മൾ നടത്തിയിട്ടുണ്ട്. അയ്യങ്കാളിയായാലും ശ്രീനാരായണ ഗുരുവായാലും പൊയ്കയിൽ അപ്പച്ചനായാലും ഇങ്ങനെയുള്ള നവോത്ഥാന പ്രവർത്തകർ നടത്തിയ നീണ്ട സമരത്തിൻ്റെ, AKG ആയാലും EMS ആയാലും P കൃഷ്ണപിള്ളയായാലും C കേശവനായാലും ഒക്കെ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഫലമായിട്ടാണ് കേരളത്തിൽ പൊതു ഇടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പൂർവികർ നടത്തിയ സമരത്തിൻ്റെ ഫലമായി ഉണ്ടായ ഈ പൊതു ഇടങ്ങളിൽ ഇന്ന് സ്ത്രീകൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണത്? അത് നവോത്ഥാനമാണോ പുനരുദ്ധാനമാണോ? നമ്മൾ തിരിഞ്ഞു നടക്കുകയല്ലേ? ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ പോകുമ്പോൾ അവൾ സുരക്ഷിതയല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തം എന്താണ്? നമ്മൾ ആ ഇടത്തെ സുരക്ഷിതമാക്കുക എന്നതാണ്. ഇപ്പോൾ എൻ്റെ മോള് പുറത്തു പോയി ഏതെങ്കിലും ഒരാൾ അവളടുത്ത് മോശമായി പെരുമാറിയാൽ എൻ്റെ മകളെ ഞാൻ വീട്ടിൽ പൂട്ടിയിട്ടില്ല. മറിച്ച് ഞാൻ അവിടെ പോയിട്ട് അയാളുമായി സംസാരിക്കുകയോ അതിനു വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുക. അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അതൊന്നും ഉപയോഗിക്കാതെ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഉപയോഗിക്കുക. നവോത്ഥാന കേരളത്തിനോ സംസ്കാരമുണ്ടെന്ന് നമ്മൾ കരുതുന്ന കേരളത്തിനോ യോജിച്ചൊരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്.